എന്താ മോനെ ഫ്ലൈറ്റ് ലേറ്റ് ആയോ? ഇല്ലമ്മേ, ബ്ലോക്കായിരുന്നു, അതാ താമസിച്ചത്. എന്താടി? ഒന്നില്ല. അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ടമ്മേ, ഞങ്ങൾ ഇപ്പോൾ കുടിച്ചതേ ഉള്ളൂ. ചേട്ടൻ വരുമെന്ന് പറഞ്ഞ് ഇവിടെ രാവിലെ കുറ്റിയും പറിച്ചിങ്ങ് പോകുന്നതാ. നീ ഇവിടെ പാറു, നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ബാ, ഇവിടെ ഒന്നിരിക്കും. ബായിരിക്കും. മോൻ എന്തിയേ? അവൻ പുറത്തേക്ക് പോയി, ഇപ്പം വരും. അപ്പോട്ടൻ ഒത്തിരി ക്ഷീണിച്ചു പോയി. നീ എന്നാ പോണേ? നിന്നെ കണ്ടോണ്ടാ ഞാൻ മോളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. 101 പവനാ കൊടുക്കാന്ന് പറഞ്ഞത് കേട്ടോ. പയ്യൻ എഞ്ചിനീയറാടാ. ഞാൻ മടുത്തു അമ്മേ. ഇനിയുള്ള കാലം മുഴുവനും നിങ്ങളുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ചേട്ടൻ എന്ത് വർത്താനാ ഈ പറയുന്നത്? ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാ? തന്നെയുമല്ല, എൻ്റെ വീടിൻ്റെ അടിത്തറ വരെ ആയിട്ടുള്ളൂ. ഇത് എത്ര ഉണ്ടടാ? അത് 5 പവനുണ്ട്. ഇതൊന്ന് ഊരിക്കേ, ഞാൻ ഒന്ന് നോക്കട്ടെ. കൊള്ളാം. നീ മോതിരം ഒന്ന് കാണിച്ചേടാ. ഇതെന്റെ കല്യാണ മോതിര. ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. ഇത് കൊള്ളാല്ല, ഡയമണ്ട് ആണോടാ? ഈ മാല ഞാൻ പാറുവിന് വേണ്ടി കൊണ്ടുവന്നതാ. ഓ പിന്നെ, കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ തെക്കൂടെ ഓടി നടക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് മതി അവള് മാലയിടിയിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കട്ടെ. നീ അപ്പുനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാണ്ട് അടുക്കളയിൽ ചെന്ന് വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്. എടീ, ഞാൻ 4 വർഷം കൂടി വന്നതല്ലേ, അവളെ കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇരിക്കട്ടെ. നീ എന്തിനാ ഓടിച്ചു വിടുന്നത്? ചേട്ടൻ ഇനി പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത്? രണ്ടുപേർക്കും അടുത്തിരിക്കാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നീ എന്ത് വർത്തമാനോടെ പറയുന്നത്? 32 വർഷമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു. എല്ലാരെയും അവൻ ഒരു നിലയിൽ എത്തിച്ചില്ലേടാ. അവനും വേണ്ടേടാ ഇനി ഒരു ജീവിതം. അമ്മേ, ഞാൻ ജീവിക്കാൻ മറന്നുപോയമ്മേ. ഇവിടെ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പം വരണ്ടായിരുന്നു തോന്നിപ്പോവും. നീ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്കിതൊന്നും അറിയണ്ട. എൻ്റെ മോളുടെ കല്യാണം നീ അങ്ങ് നടത്തി തന്നാ മതി. പിന്നെ ചേട്ടനെ കണ്ടോണ്ടാ ഞാൻ വീട് പണി തുടങ്ങിയത്. ഇത് രാഹുൽ വരുന്നുണ്ട്.
അച്ഛൻ എപ്പോഴാ വന്നേ? ഞാനൊരു 30,000 രൂപ ചോദിച്ചിട്ട് എനിക്ക് എന്താ തരാത്തത്? അച്ഛന്റെ ഇല്ലാഞ്ഞിട്ടല്ലേ മോനെ? ഞാൻ നിങ്ങളോടല്ലല്ലോ ചോദിച്ചത്, അച്ഛനോടല്ലേ. എന്റെ ബൈക്കിന്റെ കാര്യം എന്തായി? എടാ രാഹുലെ, നിന്റെ അച്ഛൻ ഇന്ന് തിരിച്ചു പോകുന്നില്ലെന്നാ പറഞ്ഞ. ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് എന്തിനാ? വേഗം അടുത്ത വണ്ടി വിട്ടു. അത് തന്നെ ഞാനും പറഞ്ഞ, കുറെ കള്ളും കുടിച്ച് കൂട്ടും കൂടി നടക്കാനാ. എനിക്കും അത് തന്നെ പറയാനുള്ളത്. തിരിച്ചു പോകുന്നത് തന്നെ നല്ലത്. പിന്നെ ഇളയവളും കല്യാണപ്രായമായി വരുന്നു. മതി മതി, എല്ലാരും പോക്കെ. കുറച്ചെങ്കിലും മനസമാധാനം അവന് കൊടുക്ക്. വാടാ മക്കളെ. പാറു, ഞാനിവിടെ ആരുമല്ലല്ലേ, എല്ലാവരും കൂടി എന്നെ കടിച്ചു കീറുക. അങ്ങനെ പറയല്ലേ. എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ അപ്പോട്ടിന് ഞാനുണ്ടാവും. ഇന്നലെ നിങ്ങൾ വരുമെന്നോർത്ത് ഞാൻ ഒരു പോളെ കണ്ണടച്ചില്ല. ഒന്ന് കാണാൻ കൊതിക്കുമായിരുന്നു ഞാൻ. പോട്ടെ. അപ്പോട്ടൻ പോകുന്നില്ലെന്നറിഞ്ഞപ്പം എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയാവോ. ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കൊണ്ട് കഴിയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാവോ. നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇനി പോകുന്ന പ്രശ്നമേ ഇല്ല. എന്താ, എനിക്കങ്ങോട്ട് വരാവോ? നാത്തൂനേ, എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു വിടാൻ നോക്ക്. ഒരു വീടായാൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അല്ലാതെ വെറുതെ ഏഷണിയൊന്നും പറഞ്ഞു കൊടുക്കണ്ട. എടാ, ഒരു പണിയില്ല നിനക്ക്? അപ്പുറത്തെങ്ങാനും പോയിരിക്കെ, അവിടെ വാല നടക്കുന്നു. ഇവരുടെ മറ്റും ഭാവം കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞവരെ പോലെയാ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മതിയായടാ, എനിക്ക് മതിയായി. ഞാൻ നിന്നോടൊക്കെ എന്ത് തെറ്റാടാ ചെയ്തത്? എടീ, നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റാടി ചെയ്തത്? എന്റെ ഭാര്യയോടൊന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഈ വീട്ടിൽ എനിക്കില്ലേ? പാറു, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലടി. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നിന്നെ ഓർത്ത് മാത്രം ഞാൻ മാറുന്നത്. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും രണ്ടുപേരുടെ കിന്നാരം പറിച്ചില്ല. എന്റെ കാര്യം എന്തായി? എനിക്കേ ഇവിടെ ചില സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അടക്കം വായി നോക്കി നടക്കാതെ വന്ന വഴി തിരിച്ചു പോകാൻ നോക്കണം. നീ എന്തൊക്കെയാടാ മോനെ ഈ പറയുന്നത്? എന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാളെയും കെട്ടിപ്പിടിച്ചിട്ടിരുന്നോ? എന്റെ ദൈവമേ, ഞാൻ പുറത്തേക്ക് പോവാ. തിരിച്ചു വരുമ്പോ ഇയാളോടെ കണ്ടുപോകരുത്.
എന്താ ഇങ്ങനെയായി പോയത്? എന്ത് പറഞ്ഞാലും തല്ലാൻ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാറില്ല. ഞാൻ പുറത്തേക്ക് പോവുക. അവനെങ്ങാനും ഇപ്പൊ കയറി വന്ന എന്നെ ശരിയാക്കും. എനിക്ക് പേടിയാടി. പാറു, ഞാൻ പോവുകയാടി. അവൻ വന്ന എന്നെ കൊല്ലും. എന്റെ പാസ്പോർട്ടും ആ തുണി ഒന്ന് തന്നേക്ക്. അമ്മ ഞാൻ പോവുക. അമ്മേ, ഞാൻ പോവുക അമ്മേ. പാറു, ഞാൻ പോവാടി. കുടമണിത്താളം കേട്ട് നീയൊരു പാട്ട് പാടടി കുയിലാളെ. കുടമണിത്താളം കേട്ട് നീയൊരു പാട്ട് പാടടി കുയിലാളെ. നള 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 നളകാളെ. ഓരടി ചീരടി ചിതുവഴി നളകാളെ. ഓരടി ചീരടി ചിതുവഴി നളകാളെ. ഓരടി ചീരടി ചിതുവഴി നടകാളെ. കുടമണിത്താളം കേട്ട് നീയൊരു പാട്ട് പാടടി കുയിലാളെ.